KTU 2024 scheme, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലൈക്ക് കമ്പയർ ടു ദ പ്രീവിയസ് ഇയർ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ റൈറ്റ് നൗ ഇൻ എവറി സബ്ജക്റ്റ് യു ലേൺ നിങ്ങൾക്ക് 4 മോഡ്യൂൾസ് ആയിരിക്കും വരുന്നത്. സോ ഇൻ ടോട്ടൽ വി ഹാവ് 4 മോഡ്യൂൾസ് ആയിരിക്കും. ഈ 4 മോഡ്യൂൾസ് എന്ന് പറയുന്നത് 4 ലൈക്ക് ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് ഫിസിക്സ് ഈ 4 മോഡ്യൂൾസിൽ എന്താ കണ്ടന്റ് വരുന്നതെന്ന് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഇനി വരുന്നത് KTUയുടെ നിങ്ങൾ ഫൈനലായിട്ട് ഇരിക്കാൻ പോകുന്ന നമ്മുടെ KTUയുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. ഫൈൻ. സോ നിങ്ങൾക്ക് ബേസിക്കലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് ആക്ച്വലി ഓഫ് 60 മാർക്സ് ആയിരിക്കും. 60 മാർക്സ് പ്ലസ് ബാക്കി 40 എന്ന് പറയുന്ന മാർക്സ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് നിങ്ങളുടെ ഇന്റേണൽ സ്കോർ. ഇന്റേണൽസ് എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സ്, ഓക്കെ, യുവർ സീരീസ് എക്സാംസ്, നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ സീരീസ് എക്സാംസ് വരും, അതിൻ്റെ മാർക്ക് എല്ലാം കൂടെ ക്യുമുലേറ്റീവ് ആയിട്ടാണ് ഇന്റേണൽ വരുന്നത്. ഈ 60 മാർക്ക് എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾ ഫൈനലി എഴുതാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് യുവർ എക്സ്റ്റേണൽ എക്സാം ആൻഡ് കമ്പൈൻഡ് യു ഹാവ് ഔട്ട് ഓഫ് ദി 100 മാർക്സ് ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ മാർക്ക് എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡിങ് ഓൺ ദിസ് ആയിരിക്കും നിങ്ങൾക്ക് പല CGPA സ്കോർസ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. സോ ദിസ് എക്സ്റ്റേണൽ എക്സാം എന്ന് പറയുന്നത് 60 മാർക്സ്. Our question paper will contain 2 parts, the part A as well as the part B. So part A എന്ന് പറയുന്നത് will consist of 8 different questions. Okay, 8 questions 1 2 3 etc up to 8 questions ഉണ്ടാവും. ഈ questions പറയുമ്പോൾ 2 question will come from the module 1, 2 question will come from the module 2, similarly module 3 and module 4. So ഓരോ മോഡ്യൂളിൽ നിന്നും 2 questions വെച്ചിട്ടായിരിക്കും വരുന്നത് and each of these questions will be of 3 mark each. Okay, and you will have to attempt all of these 8 questions. നിങ്ങൾ 8 questions അറ്റൻഡ് ചെയ്യുക and each questions of 3 marks. So in total മാർക്ക് എത്രയായിരിക്കും? ടോട്ടൽ മാർക്ക് 24 മാർക്സ് ആയിരിക്കും. Now in part B again നിങ്ങൾക്ക് 8 questions ആയിരിക്കും വരുന്നത്. അതിലും നമ്മുടെ മോഡ്യൂൾ 1 നിന്ന് നമുക്ക് 2 questions ആയിരിക്കും വരുന്നത്. മോഡ്യൂൾ 2 നിന്നും നമുക്ക് 2 ക്വസ്റ്റ്യൻസ് വരും. സിമിലർലി മോഡ്യൂൾ 3 നിന്നും നമുക്ക് 2 ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ആൻഡ് മോഡ്യൂൾ 4 നിന്നും യു ക്യാൻ എക്സ്പെക്ട് അഗെയിൻ 2 ക്വസ്റ്റ്യൻസ്. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാൽ യു വിൽ ഹാവ് എൻ ഓപ്ഷൻ. അതായത് മോഡ്യൂൾ 1-ലെ 2 ക്വസ്റ്റ്യൻസ് നിന്ന് നിങ്ങൾ ഇതിൽ ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ആൻഡ് ബോത്ത് ദോസ് ക്വസ്റ്റ്യൻസ് വിൽ ബി ഓഫ് 9 മാർക്സ് ഈച്ച്. അപ്പം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി, അത് 9 മാർക്ക് വെയിറ്റേജ് ആയിരിക്കും. സിമിലർലി സെക്കൻഡ് മോഡ്യൂളിലും 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, യു ക്യാൻ അറ്റംപ്റ്റ് 1. മോഡ്യൂൾ 3-ലും നിങ്ങൾക്ക് 2 എണ്ണം ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് 1 അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് മോഡ്യൂൾ 4 നിന്നും യു ക്യാൻ അറ്റംപ്റ്റ് 1 ക്വസ്റ്റ്യൻ. സോ ഇൻ ഫാക്ട് ഔട്ട് ഓഫ് 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ആൻഡ് ഓരോ ക്വസ്റ്റ്യൻ വിൽ ബി ഓഫ് 9 മാർക്സ് ഈച്ച്. സോ 9 4s are 36 മാർക്സ്. ഓക്കെ, സോ 36 മാർക്സ്. സോ ദിസ് 24 പ്ലസ് ദിസ് 36 ആയിരിക്കും നമ്മുടെ ഫൈനൽ 60 മാർക്സിലേക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. So we will begin with the syllabus discussion first. അപ്പോൾ നമ്മുടെ സിലബസിൽ വരുന്നത് again as I said before നമുക്ക് 4 മോഡ്യൂൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ദി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, വിൽ ലേൺ സംതിങ് അബൌട്ട് ദി ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്താണ്, ഇൻ മെറ്റൽസിൽ എന്താണ്, ഇൻ സെമി കണ്ടക്ടർ എന്താണ്, അങ്ങനെയൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇൻ സെക്കൻഡ് മോഡ്യൂൾ വി വിൽ എക്സ്ക്ലൂസീവ്ലി ലേൺ അബൌട്ട് ദി ക്വാണ്ടം മെക്കാനിക്സ്. ഇൻ തേർഡ് മോഡ്യൂൾ വിൽ ലേൺ അബൌട്ട് ദി സെമി കണ്ടക്ടർ ഫിസിക്സ്. And in fourth module we'll go with the semiconductor devices. In നമുക്ക് module 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. So we are moving on with the module 1. So ഈ module 1 എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് 15 മാർക്സിന് വെയിറ്റേജ് വരുന്ന മോഡ്യൂളാണ്. സിമിലർലി നിങ്ങളുടെ ബാക്കി എല്ലാ മോഡ്യൂൾസും 15 വെയിറ്റേജിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് നമ്മുടെ മോഡ്യൂൾ 1-ൽ വരുന്ന സിലബസ് ആണ് ഞാൻ ഇവിടെ ബ്രീഫ് ചെയ്തിട്ടേക്കുന്നത്. ഈ മോഡ്യൂൾ 1-ലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. സോ ആ മോഡ്യൂളിൽ ഇൻ ടേൺ വി വിൽ ഡിസ്കസ് അബൌട്ട് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി, ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറി ആൻഡ് അബൌട്ട് ദി ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഫെർമി എനർജി എന്താണെന്നും അവിടെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം നമ്മൾ പഠിക്കും, വിച്ച് ഈസ് എ ഷുവർ ക്വസ്റ്റ്യൻ ഫോർ യു ഇൻ യുവർ യൂണിവേഴ്സിറ്റി എക്സാം. ആൻഡ് സിമിലർലി സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. കാരണം ഈ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, which will be your chapter 1 in this module, and chapter 2 ആണ് നമ്മുടെ സൂപ്പർ കണ്ടക്ടിവിറ്റി. അതിലും നമ്മൾ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്താണ്, മേസൺ എഫക്റ്റ് എന്താണ്,
ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണ്, സിമിലർലി BCS എഫക്റ്റ് എന്താണ്, ആൻഡ് സം ആപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സും ആണ് ചാപ്റ്റർ 2-ൽ പഠിക്കാൻ പോകുന്നത്. Okay, so initially we will begin with the chapter 1, which is the electrical conductivity. Okay, so ഞാൻ പൊതുവേ ഒരു സബ്ജക്റ്റ് എടുക്കും മുന്നേ നമ്മൾ അതിൽ വരാൻ പോകുന്നത്, ഇപ്പം നിങ്ങളിപ്പം ഇതെന്നല്ല ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ആ സബ്ജക്റ്റ് പഠിക്കും മുന്നേ അതിൻ്റെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്തിട്ടേ നമ്മൾ ആ സബ്ജക്റ്റ് ആക്ച്വലി പഠിച്ചു തുടങ്ങാവും. Okay, then you will get a brief idea about what the subject is. Okay, so നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ ഈ ഓരോ ടോപ്പിക്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കളക്ട് ചെയ്തതുമായിട്ടുള്ള നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ബ്രീഫ് ചെയ്തേക്കുന്നത് ഫ്രം ദിസ് ചാപ്റ്റർ 1. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ 1-ന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യണേ. ഓക്കെ, സോ ആഫ്റ്റർ ദിസ് പോർഷൻ വി വിൽ മൂവ് ഓൺ ടു ദി സൂപ്പർ കണ്ടക്ടിവിറ്റി. അവിടെയും ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Okay, so first thing we will move on with the electrical conductivity part. So in this section, see, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. Okay, and I can guarantee you that in the next 3 to 4 hour of classes കൊണ്ട് നമ്മുടെ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കും. Okay, because we will be covering each of these questions and answer discussions ഇനി വരാൻ പോകുന്ന ഈ ക്ലാസ്സസിൽ ഉണ്ടാവും. So hang on guys. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി. ഓക്കെ, ഇതിൽ കുറേ പോസ്റ്റുലേറ്റ്സ് ഉണ്ട്, നമുക്ക് കുറേ ഡ്രോബാക്സ് ഉണ്ടാവും, മെറിറ്റ്സ് ഉണ്ടാവും, ഇതൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ കൈൻഡ് ഓഫ് തിയറി സ്റ്റഫാണ്, പക്ഷെ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. പിന്നെ അത് നമുക്ക് പാർട്ട് ബിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡിറൈവ് ദ എക്സ്പ്രഷൻസ് ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി, കറന്റ് ഡെൻസിറ്റി, മൊബിലിറ്റി ആൻഡ് ഓൾ ഇൻ ദ കേസ് ഓഫ് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി. അതുപോലെ explain the Fermi Dirac distribution for electrons in a metal and discuss the variation with temperature. This is a very short question for you. Okay, this will definitely be a question you are going to attend in your part B. Okay, ഇതിലൂടെ നമ്മൾ ഡയഗ്രാം പറയും, ഒരു Fermi Dirac distribution വരയ്ക്കും, അത് വെച്ചിട്ട് ഡിപ്പെൻഡിങ് ഓൺ ഒരു KT വാല്യൂ പറയും, ഒരു ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ KT എന്നൊരു വാല്യൂ പറയും. ഓക്കെ, സോ ഈ KTയുടെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്തിട്ട് ചെയ്യാൻ പോകുന്നത്, ഈ Fermi Dirac distribution നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ടെമ്പറേച്ചർ ഇസ് ഗ്രേറ്റർ ദാൻ 0 ഓർ ഈക്വൽ ടു 0 നമ്മൾ എന്ത് പറയും, ഈ ഒരു Fermi Dirac distribution ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യും, അത് വെച്ച് അനാലിസിസ് പറയേണ്ടി വരും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ബേസ്ഡ് ഓൺ ഇതർ ദ ക്ലാസിക്കൽ അല്ലെങ്കിൽ ദ ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറി. ഈ നമ്മൾ രണ്ട് തിയറി പഠിക്കും ആക്ച്വലി ഇവിടെ. ഈ രണ്ട് തിയറിയിലും ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ഡെറിവേഷൻ പഠിക്കും. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമിലർലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇവാലുവേറ്റ് ദ ഫെർമി ഫംഗ്ഷൻ ഫോർ എൻ എനർജി KT above Fermi energy. So we will move on with the first section, that is the electrical conductivity. So നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് is about the free electron theory. So free electron theory എന്ന് പറയുമ്പോൾ it itself has two different theories. അതായത് we have the classical free electron theory and we have the quantum free electron theory. ഇത് രണ്ട് നമ്മൾ പഠിക്കും. And specifically in the case of metals ആണ് നമ്മൾ ആക്ച്വലി പഠിക്കാൻ പോകുന്നത്. Okay, so what is a metal? Simple question, right? So metal is a material, okay, it is a substance which is having a properties like it is very lustrous, it is shiny, അല്ലെങ്കിൽ it is malleable, ductile, ഇതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ച പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, സോ ഇതെല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമ്മുടെ മെറ്റൽ എന്ന് പറയുന്ന എലമെൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഫൗണ്ട് ഫ്രം എർത്ത്, അണ്ടർഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ പല മെത്തേഡ്സ്, പല ടെക്നീക്സ് വെച്ചിട്ട് നമ്മൾ അതിനെ റിക്കവർ ചെയ്തെടുക്കാറുണ്ട്. റൈറ്റ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ എന്താണ് നമ്മുടെ ജ്വല്ലറി പർപ്പസസ്, യൂട്ടൻസിൽസ് എക്സെട്ര നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാലോ, എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? വി ഹാവ് ദി അയൺ, വി ഹാവ് കോപ്പർ, ദി ഗോൾഡ്, റൈറ്റ്, അലുമിനിയം എക്സെട്ര. ഓക്കെ, ഈ ഓരോ എലമെൻറ്റ് പറയുമ്പോഴും അതിന് ഓരോരോ ഇൻഡിപെൻഡൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഈ ഓരോരോ മെറ്റൽസിന് ഓരോരോ പ്രോപ്പർട്ടീസ് ആണ്. അലുമിനിയം പോലെ അല്ല അയണിൻ്റെ പ്രോപ്പർട്ടീസ്, കറക്റ്റ്? ആൻഡ് രണ്ടും ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിനെ യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ ഓരോ മെറ്റൽസിൻ്റെയും ഇൻറ്റേർണൽ അറ്റോമിക് സ്ട്രക്ചറുള്ള വ്യത്യാസമാണ്, കറക്റ്റ്? ഓക്കെ, സോ മൂവിങ് ഓൺ ടു നമ്മുടെ പണ്ടത്തെ 10th ബേസിക്സിൽ പോകുമ്പോൾ ഈ മെറ്റൽ എന്ന് പറയുന്നൊരു നമ്മുടെ ഒരു എലമെൻറ്റ് എടുത്താലും ആ ഒരു സബ്സ്റ്റൻസ് എടുത്താലും അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഓക്കെ, യു ക്യാൻ സീ എൻ എക്സാമ്പിൾ ഹിയർ, കറക്റ്റ്? അതൊരു വെരി ക്ലോസ്ലി പാക്ഡ് ആയിട്ടാണ് നമ്മുടെ ആറ്റോമിക് സ്ട്രക്ചർ ഇരിക്കുന്നത്. ആൻഡ് ഈച്ച് ഓഫ് ദീസ് ആറ്റംസ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ദി അറ്റോമിക് പാർട്ടിക്കിൾസ്. എന്തൊക്കെയുള്ളത്? നമുക്കൊരു ന്യൂക്ലിയസ്, റൈറ്റ്? ഒരു ആറ്റം ആണെങ്കിൽ ഒരു ആറ്റം ഹാസ് എ ന്യൂക്ലിയസ് ഇൻസൈഡ് വിച്ച് വിൽ കണ്ടെയ്ൻ
the protons as well as the neutrons. Protonsന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ന്യൂട്രോൺസ് എന്താണ് ന്യൂട്രൽ ആണ് ഫ്രം ദ നെയിം. ആൻഡ് ഔട്ടർ സർഫസിൽ ഔട്ടർ ഓർബിറ്റിൽ നമുക്ക് എന്തുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും. Okay, so electrons, protons and neutrons, electrons എന്താണ് ചാർജ് നെഗറ്റീവ്. These form our atomic structure. Correct? So depending on ഇതിന്റെ കോൺഫിഗറേഷൻ ഡിഫറൻസ് കാരണമാണ് നമുക്ക് പല ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് പല ടൈപ്സ് ഓഫ് മെറ്റൽസിൽ കിട്ടുന്നത്. സോ ടു ബി പ്രിസൈസ് നമ്മൾ ഈ ഫ്രീ ഇലക്ട്രോൺ തിയറി പഠിക്കുന്നത് ഇൻ ദ കേസ് ഓഫ് ഈ മെറ്റൽസ് ആണ്. സോ എന്താണ് ഈ ഫ്രീ ഇലക്ട്രോൺ തിയറി? ഓക്കെ, ഈ ഫ്രീ ഇലക്ട്രോൺ തിയറി എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് മെറ്റൽസ്, ഒരു മെറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്തുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ. ഓബിയസ്ലി ദർ വിൽ ബി പ്ലെന്റി ഓഫ് ആറ്റംസ് ആൻഡ് അത് കാരണം നമുക്ക് എന്തുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും. ആൻഡ് ഈ ഒരു മെറ്റൽ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് എന്താണ്, ദേ ഹാവ് ദ എബിലിറ്റി ടു മൂവ് ത്രൂ ഔട്ട് അല്ലേ. നമുക്കൊരു മെറ്റാലിക് ഒരു സർഫസ് ഉണ്ടെങ്കിൽ ഈ മെറ്റാലിക് സർഫസിനകത്ത് ഇലക്ട്രോൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ആ ഒരു മൂവ്മെന്റ് കാരണം ഉണ്ടാവുന്ന ചേഞ്ചസ്, ഓക്കെ, അത് കാരണം ഈ ഇലക്ട്രോൺസിന് ഉണ്ടാവുന്ന ഇലക്ട്രോണിക് എനർജിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഒരു മൊബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇലക്ട്രോൺ മൂവ് ചെയ്താൽ ആരുണ്ടാവും, കറണ്ട് ഉണ്ടാവും. സോ ഓബിയസ്ലി വി കൻ ടോക്ക് അബൌട്ട് മൊബിലിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി, റൈറ്റ്. ആൻഡ് രണ്ട് ഇലക്ട്രോൺസ് ഉണ്ടാവുകയാണെങ്കിൽ ദിസ് ഇലക്ട്രോൺ ക്യാൻ ഈദർ, രണ്ട് ഇലക്ട്രോൺ വരികയാണെങ്കിൽ എന്ത് പറ്റും, ദേ ക്യാൻ കൊളൈഡ്. സോ കൊളിഷൻ ഉണ്ടാവാം. ദേ ക്യാൻ ഈദർ കൊളൈഡ് വിത്ത് ദംസെൽഫ് അല്ലെങ്കിൽ ഈ അറ്റോമിക് സ്ട്രക്ചറുള്ള ബാക്കി പ്യൂരിറ്റീസോ കാരണം എന്താവും, കൊളിഷൻസ് ഉണ്ടാവും. സോ കൊളിഷൻ ഉണ്ടാവുമ്പോൾ വി ക്യാൻ ടോക്ക് അബൌട്ട് ദി കൊളിഷൻ ടൈം അല്ലേ. ഇതിനെല്ലാം പറ്റി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് മെറ്റൽ. ഈ ഒരു തിയറിനെ പറ്റിയാണ് നമ്മൾ ആക്ച്വലി പഠിക്കാൻ പോകുന്നത്. ഫൈൻ. ആൻഡ് വാട്ട് അബൌട്ട് ഈ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി ആൻഡ് ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറി? ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ടെക്നിക്കലി കൂടുതൽ പഠിക്കും. പിന്നെ നമ്മൾ എന്താ ആക്ച്വലി പഠിക്കാൻ പോകുന്നത് ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. നമ്മുടെ ഈ പറയുന്ന എൻവയോൺമെൻറ്റിൽ നമ്മുടെ ചുറ്റും കാണുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും എന്താണ്, കണ്ടിന്യൂസ് ആണ്. നമ്മൾ അങ്ങനെ പറയുന്നത് എവറിത്തിങ് വി സീ അറൗണ്ട് us is actually continuous. ഒരു അനലോഗ് നമ്മൾ പറയാറുണ്ട് അല്ലേ. നമ്മൾ സംസാരിക്കുന്ന നമ്മൾ ഈ സംസാരിക്കുന്ന അല്ലേ, ഇത് സ്പീച്ച് സിഗ്നൽ, അതെന്താണ് ബേസിക്കലി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അല്ലേ. ഒരു EM വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ അതിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ടാവും. 3 ആക്സിസ് ആണ് അതിനുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ഇറ്റ്സ് എ കണ്ടിന്യൂസ് വേവ്. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാം എന്താണ്, കണ്ടിന്യൂസ് ആണ് എന്നാണ് നമ്മുടെ അസംഷൻ ആയിരുന്നത്. എന്തുവരെ, ഈ ഫ്രീ ഇലക്ട്രോൺ തിയറിയുടെ ഫസ്റ്റ് വൺ, അതായത് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി ഇൻവെന്റ് ചെയ്തത് വരെ ദാറ്റ് വാസ് എർ അസംഷൻ. ബട്ട് ദെൻ കെയിം ദ ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറി. ആൻഡ് എന്തുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറിയിലോട്ട് പോയത്? നിങ്ങൾ ഓപ്പൺ ഹൈബർ ഫിലിം കണ്ടിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ അതിൽ അവർ ഒരുപാട് സംസാരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ദ ക്വാണ്ടം മെക്കാനിക്സ്, ദ അറ്റോമിക് സ്ട്രക്ചർ അല്ലെ, ഫിഷൻ, ഫ്യൂഷൻ അങ്ങനെയൊക്കെ പറയുന്നത്. സോ ഇറ്റ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് റീജിയൻ ഇഫ് യു വോണ്ട് ടു ഗോ മോർ ഇൻ ടു. ഓക്കെ, അതിൻ്റെ ഒരു ചെറിയ ഒരു ഔട്ടർ സർഫസ് നമ്മൾ ഈ സബ്ജക്റ്റിൽ കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ബേസിക്കലി ഈ ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറി നമ്മൾ പഠിക്കാൻ റീസൺ എന്ന് വെച്ചാൽ അറ്റ് വൺ പോയിന്റ് നമ്മുടെ മുന്നേയുള്ള ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ദേ ഫൗണ്ട് ഔട്ട് ദാറ്റ് നമ്മുടെ ഈ പറയുന്ന ഈ അസംഷൻ ദാറ്റ് എവറിത്തിങ് അറൗണ്ട് അസ് ഇസ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന അസംഷൻ ഇസ് റോങ് ആണെന്ന് അവർ ചില എക്സ്പെരിമെൻറ്റ്സ് വെച്ചിട്ട് പ്രൂവ് ചെയ്തു. ഓക്കെ, സോ ദേ ഫൗണ്ട് ദാറ്റ് നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും കണ്ടിന്യൂസ് ആണെങ്കിൽ പോലും നോട്ട് എവറിത്തിങ് ഈസ് കണ്ടിന്യൂസ്. അതായത് ചില കാര്യങ്ങൾ ഡിസ്ക്രീറ്റ് ആണ്. ഈ മെസ് എന്താ പറയുന്നതല്ലേ, അങ്ങനെയൊക്കെ നടക്കൂ. നമ്മൾ കാണുന്നതെല്ലാം കണ്ടിന്യൂസ് അല്ലേ, അതെങ്ങനെ ഡിസ്ക്രീറ്റ് ആവുന്നേ? വെൽ, ഹാങ് ഓൺ ടു ദാറ്റ്, ബിക്കോസ് ബൈ ദി എൻഡ് ഓഫ് ദി സെഷൻ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഓക്കെ, ഹാങ് ഓൺ ടു ദാറ്റ്. ഓക്കെ, ബൈ ദി എൻഡ് ഓഫ് ദ ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറി ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈൻ. സോ ഇനീഷ്യലി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ദ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിയാണ്. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടില്ലേ, എക്സ്പ്ലെയിൻ ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ വി ഹാവ് എ മെറ്റൽ, ആൻഡ് മെറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, ആ മെറ്റൽ ഇസ് കമ്പോസ്ഡ് ഓഫ് എന്താണ്, ആറ്റംസ്. ആൻഡ് ആറ്റംസ് ആകുമ്പോൾ ദേ വിൽ ബി ഡെഫിനറ്റ്ലി ഹാവിങ് ഇലക്ട്രോൺസ്. ആൻഡ് ദീസ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ദേ ആർ ആക്ച്വലി അലൗഡ് ടു മൂവ് വിത്തിൻ ദിസ് മെറ്റൽ അല്ലേ. ഈ മെറ്റലിൻ്റെ അകത്ത് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, അത് കാണുന്ന കൊളിഷൻസ് ഉണ്ടാവും അല്ലേ, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. സോ അതിൻ്റെ അനാലിസിസ്, ആ ഒരു മെറ്റലിലെ ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ ബേസിക്കലി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Okay, so in that നമുക്ക് 8 postulates ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ they are actually expecting you to answer the 8 postulates and explain the drawbacks and the merits of this classical free electron theory. Fine. So let's go through it one. So ആ postulates ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. Okay, you can note it down. First postulate എന്ന് പറയുന്നത് a solid metal is composed of atoms and the atoms have nucleus around which there are revolving electrons. So ഈ പറയുന്നത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ കോൺസെപ്റ്റ്, അതായത് വി ഹാവ് എ മെറ്റൽ അല്ലെ. ഈ മെറ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ആറ്റംസ് ആണ്, വേർ ഇൻ വിച്ച് ഈച്ച് ഓഫ് ദിസ് ആറ്റം വിൽ ബി കമ്പോസ്ഡ് ഓഫ് എന്തൊക്കെയാണ്, ഇലക്ട്രോൺ ഉണ്ടാവും, പ്രോട്ടോൺ ഉണ്ടാവും ആൻഡ് ന്യൂട്രോൺ ഉണ്ടാവും. സോ വി ഹാവ് എ സെൻട്രൽ ന്യൂക്ലിയസ് ആൻഡ് അതിന് ചുറ്റുമായിരിക്കും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ഫൈൻ. ആൻഡ് ദ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the valence electrons are free to move throughout the volume of the metal like a gas molecule in a container. അതായത് നമ്മുടെ ഈ വാലൻസ് ഇലക്ട്രോൺ എന്താണ്, നമ്മളിപ്പം അറ്റോമിക് സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമുക്ക് പല ഓർബിറ്റൽ ഷെൽസ് ഉണ്ട്, കറക്റ്റ് അല്ലേ. ഒരു ആറ്റം ഉണ്ടെങ്കിൽ സെൻറ്റർ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും ആൻഡ് ഈ ന്യൂക്ലിയസിന്റെ ചുറ്റിലുമായിട്ട് നമുക്ക് എന്തുണ്ടാവും, ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന കുറേ ഓർബിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ട് 11th സ്റ്റാൻഡേർഡിലൊക്കെ. സോ ഇതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നതിൽ ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് നമ്മൾ എന്ത് പറയുന്നത്, വാലൻസ് ഇലക്ട്രോൺസ്. ഈ വാലൻസ് ഇലക്ട്രോൺസ് ആണ് നമുക്ക് വേറൊരു ആറ്റം കൂടെ വരികയാണെങ്കിൽ ഈ വാലൻസ് ഇലക്ട്രോൺസ് തമ്മിലായിരിക്കും ദേ വിൽ ഫോം എ കോവാലന്റ് ബോണ്ട്, അല്ലെങ്കിൽ ഈ വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും ഈ ഒരു വാലൻസ് ബാൻഡിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറുന്നത്. ഓക്കെ, ദിസ് ഇസ് സംതിങ് വി ഓൾറെഡി നോ ഓഫ്, കറക്റ്റ്. സോ ഇവിടെ പറയുന്നത് ആ വാലൻസ് ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ് ത്രൂ ഔട്ട് ദി മെറ്റൽ. ഈ മെറ്റലിനെ ത്രൂ ഔട്ട് ആയിട്ട് മൂവ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ജസ്റ്റ് ലൈക്ക് എങ്ങനെ ഒരു ഗ്യാസ് മോളിക്യൂൾസ് ഒരു ക്ലോസ് കണ്ടെയ്നറിൽ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്, സിമിലർ ടു ദാറ്റ് ഇവർക്കും പെർമിഷൻ ഉണ്ട്. ആൻഡ് തേർഡ് പോസ്റ്റ്ലേറ്റ് ഇസ് ദാറ്റ് free electrons move in random directions and collide with either positive ions or with the other free electrons. അല്ലേ, ഇപ്പം 2 ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ അവർ തമ്മിൽ കൊളിഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഇമ്പ്യൂരിറ്റീസോ അല്ലെങ്കിൽ വേറെ ലാറ്റിസ് എലമെന്റ്സ് ആയിട്ടോ എന്തുമായിട്ടും കൊളിഷൻസ് ഉണ്ടാവാം. ആൻഡ് ദ കൊളിഷൻസ് ആർ ഇലാസ്റ്റിക് ആണ്, അതുകൊണ്ട് there will not be any loss of energy. That is your third postulate. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് the movement of these free electrons obey the classical kinetic energy. Kinetic energy theory ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇലക്ട്രോൺസ് എന്താണ്, മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ, ദേ ആർ അലൗഡ് ടു മൂവ്. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്ത് എനർജി ആയിരിക്കും വരുന്നത്, കൈനറ്റിക് എനർജി വരും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഈ ഇലക്ട്രോൺസിന്റെ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ദേ ഫോളോ ദ ക്ലാസിക്കൽ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ്. ഓക്കെ, ആൻഡ് ദ മീൻ കൈനറ്റിക് എനർജി ഓഫ് ഫ്രീ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിന്റെ മീൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ഓക്കെ, സോ ബേസിക്കലി കൈനറ്റിക് എനർജി ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, ഹാഫ് mv² അല്ലേ നമ്മൾ പണ്ട് പഠിച്ചിട്ടല്ലേ അല്ലേ, ഹാഫ് mv² ആണ് നമ്മുടെ ഇക്വേഷൻ. ദിസ് ഇസ് എ മാസ് ഓഫ് ഇലക്ട്രോൺ, v is the velocity. ഓക്കെ, സോ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞേ, ഈ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് ഒബേസ് ക്ലാസിക്കൽ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് അല്ലേ, ആണല്ലോ. ഓക്കെ, അതായത് ദ മീൻ കൈനറ്റിക് എനർജി ഓഫ് എ ഫ്രീ ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ വിച്ച് ഇസ് 3/2 kT. ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ മീൻ കൈനറ്റിക് എനർജിയാണ് 3/2 kT, which will be equal to half mv². ഓക്കെ, സോ ഗ്യാസ് മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജിക്ക് ഇക്വലന്റ് ആയിരിക്കും ഇവിടുത്തെ കേസിലെ ഫ്രീ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ വി ക്യാൻ ആക്ച്വലി ഇക്വേറ്റ് ദിസ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോസ്റ്റ്ലേറ്റ്, the electron velocities follow the Maxwell-Boltzmann distribution of velocity. സോ ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈനറ്റിക് എനർജി കാരണം, ഹാഫ് mv² കാരണം ദേ ആർ മൂവിങ്, കറക്റ്റ്. സോ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന കാരണം ഇലക്ട്രോൺസിന് എന്തുണ്ടാവും, ഒരു മൊബിലിറ്റി ഉണ്ടാവും നമുക്ക് പറയാം. ആൻഡ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അതിനൊരു വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റി കാരണം എന്തുണ്ടാവും, അതിനൊരു ആക്സലറേഷൻ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് വെലോസിറ്റി വിത്ത് വിച്ച് ദിസ് ഫ്രീ ഇലക്ട്രോൺസ് ആർ മൂവിങ്ങിനെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് ഇനി വരാൻ പോകുന്ന സെക്ഷനിൽ പഠിക്കും. അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിക്കും. ഓക്കെ, അത് പാർട്ട് എയിലോ ബിയിലോ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഫൈൻ. സോ ഈ ഇലക്ട്രോണിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഇലക്ട്രോണിന്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ക്യാൻ മൂവ് ഇൻ എനി ഡയറക്ഷൻ ആൻഡ് ഈ വെലോസിറ്റിയും എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ആസ് ഇറ്റ് ഇസ് മൂവിങ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഈ വെലോസിറ്റീസിനും ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടാവും. ആൻഡ് ഈ ഡിഫറെൻറ്റ് വെലോസിറ്റീസ് നമുക്ക് ഒരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഫോംസ് എ പാറ്റേൺ, അതിനൊരു പാറ്റേൺ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ അതിനെയാണ് നമ്മൾ ആക്ച്വലി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നേച്ചറിൽ കാണുന്ന പല കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിനോമിനൻ ഉണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫ് ആക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഫോളോ എ ബെൽ ഷേപ്ഡ് കർവ്. ഓക്കെ, ഇതേപോലത്തെ ഒരു കർവ് അത് ഫോളോ ചെയ്യാറുണ്ട്.
ഓക്കെ, നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന സബ്ജക്ട്സിലൊക്കെ പലയിടത്തും നമ്മൾ ഡീൽ ചെയ്യും. ദിസ് കർവ് ഇസ് കോൾഡ് ആസ് എ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ജനറലി ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നോർമൽ എന്ന് പറയുന്നത്. ഫൈൻ. അതേപോലെ ഇവിടുത്തെ കേസിൽ ഈ ഇലക്ട്രോൺസിൻ്റെ പല പല വെലോസിറ്റീസിനെ നമ്മളൊരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ആൻഡ് ഇവിടുത്തെ കേസിൽ എന്താണ്, ഇറ്റ് ഇസ് ഐഡന്റിക്കൽ ടു ദി മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റീസിന് ഐഡന്റിക്കലാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഇലക്ട്രോൺ വെലോസിറ്റി. അതിനെപ്പറ്റി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. Then the sixth postulate എന്ന് പറയുന്നത് the free electrons move in a uniform potential field due to ions fixed in lattice. ഇവിടുത്തെ കേസിൽ നമ്മുടെ അയോൺസ് എല്ലാം എന്താണ്, they are fixed in the lattice positions. അത് കാരണം these free electrons എന്ത് ചെയ്യും, they will be moving in a uniform potential field ആയിരിക്കും. ഓക്കെ, ആൻഡ് സിമിലർലി സെവൻത് പോസ്റ്റുലേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ കേസിലൊക്കെ ഫീൽഡ് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാത്ത കേസിലായിരുന്നു. ഇനി വാട്ട് ഇഫ് ഐം ഗീവിങ് എൻ ഇലക്ട്രിക് ഫീൽഡ്? ഓക്കെ, അതായത് ഇപ്പം നമ്മുടെ മെറ്റലിൻ്റെ കേസിൽ ഇപ്പം ദിസ് ഇസ് ഓ മെറ്റൽ, നമ്മുടെ മെറ്റൽ ഉണ്ട്, ഈ മെറ്റലിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഡയറക്ഷനിൽ. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയം ഇതിന് അക്രോസ് ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൊടുത്താൽ വാട്ട് വിൽ ഹാപ്പൻ, ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് ഈ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് എന്ത് ചെയ്യും, എനർജി എടുക്കും. എനർജി എടുത്തിട്ട് ദേ വിൽ ടെൻ ടു മൂവ് ഫാസ്റ്റർ. അവർ കൂടുതൽ ആക്സിലറേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ഇൻ എ ഡയറക്ഷൻ വിച്ച് ഇസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആര് പോകാൻ പോകുന്നത്, ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് യുവർ സെവൻത് പോസ്റ്റുലേറ്റ്. ആൻഡ് ഒരു എയ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കണ്ടക്ഷൻ ഇസ് ഡ്യൂ ടു ഫ്രീ ഇലക്ട്രോൺസ് ഒൺലി. നമ്മുടെ ഈ കേസിൽ മെറ്റലിൻ്റെ കേസിൽ കണ്ടക്ഷൻ ഉണ്ടാവുന്നത് ആര് മാത്രം കാരണമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് കാരണം മാത്രമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഐ എം നോട്ട് സേയിങ് ദാറ്റ് ഈ പോസ്റ്റുലേറ്റ്സ് എല്ലാം കറക്റ്റ് ആണെന്ന്, ബിക്കോസ് ദാറ്റ് ഈസ് വൈ നമ്മൾ ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറി കൊണ്ടുവന്നത് തന്നെ. ഓക്കെ, സോ വി വിൽ ഫോർ ദ മൂവിങ് ഓൺ നമ്മൾ പറയുന്നത് ഇതിലെ പല തിയറീസും തെറ്റാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. Okay, so I'm not saying that these are correct, but these are the postulates. Okay, so given this question you have to answer these postulates. Okay, ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ മെറിറ്റ്സും ഡ്രോബാക്സും കൂടെ നോക്കിയിട്ട് we will move on with the derivation of drift velocity, mobility, mean collision time, RMS velocity of electrons. ഇതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഡെറിവേഷൻസാണ്, അത് നമ്മൾ നോക്കുക. RMS അല്ലെങ്കിൽ the root mean square velocity of electrons. So RMS velocity derivation ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്, which is represented by C bar. Okay, so suppose C bar എന്ന് പറയുന്നതാണ് the RMS velocity of electrons എന്ന് പറയുന്നത്. Okay, this is how we are going to represent. എന്നാൽ നമ്മൾ പറഞ്ഞു ഈ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, they will have a kinetic energy എന്ന് പറഞ്ഞില്ലേ, കറക്റ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഫോളോസ് ഇക്വേഷൻ ഹാഫ് എം വിക്ക് പകരം നമ്മൾ എന്താണ് ഇവിടുത്തെ കേസിൽ ആർ എം എസ് വെലോസിറ്റി എന്ന് പറയുന്നത് സി അല്ലേ, സോ ദാറ്റ് വി ഈസ് റെപ്രസെൻറ്റഡ് ബൈ സി ബാർ സ്ക്വയർ. ഫൈൻ, സോ ദിസ് ഇസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ആണ് ഹാഫ് എം സി സ്ക്വയർ. അപ്പോൾ ദിസ് ഇസ് ദ നോർമൽ കേസ്. പക്ഷേ നമ്മൾ പറഞ്ഞു നമ്മുടെ പോസ്റ്റുലേറ്റ് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, അക്കോർഡിംഗ് ടു ദി ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി അവരുടെ മീൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഫോളോസ് ദാറ്റ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ദാറ്റ് ഈസ് ആ ഫോർമുല എന്തായിരുന്നു, ഇൻ ദ കേസ് ഓഫ് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ വി സെഡ് ദാറ്റ് ദ മീൻ കൈനറ്റിക് എനർജി വാസ് ഇക്വലന്റ് ടു എന്താണ് 3/2 KT എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. സോ ദീസ് ടു ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ ആണ്. ഒന്ന് ഇൻ ദ കേസ് ഓഫ് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ നമ്മളിങ്ങനെ പറഞ്ഞു, മറ്റേ കേസിൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്, അതിൻ്റെ ഇക്വേഷനും പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി ഇക്വലൻ്റ് അല്ലേ, നമ്മൾ അതുകൊണ്ടാണ് അവിടെ ഇക്വേറ്റ് ചെയ്ത് പറഞ്ഞത്. സോ ഹാഫ് എം സി ബാർ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 3/2 KT ആണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, യു ആർ ഫൈൻഡിങ് ദ ഇക്വേഷൻ ഫോർ ദിസ് ആർ എം എസ് വെലോസിറ്റി വിച്ച് ഇസ് എ സി ബാർ. അപ്പോൾ സി ബാറിനെ ഇവിടെ റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി എല്ലാ ടേംസിനോട് കൊണ്ടുപോകാം. സോ 2 ക്യാൻസൽസ്. So C bar square will be equal to 3/m KT. So what is C bar? എന്ന് പറയുന്ന RMS velocity will be equivalent to square root times of 3/m KT. Okay, so this is the equation for the RMS velocity of electrons. So the next term ആണ്
mean free path and the mean collision time. So, see, in the case of a metal, inside a metal, we have an electron and this electron move. When it comes across another electron, that's a collision occurs. So, this distance between two successive collisions. 2 successive collisions in the electron travel the distance. മനസ്സിലായോ? 2 collisions നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ഇലക്ട്രോൺ എത്രമാത്രം ഡിസ്റ്റൻസ് ആണോ ട്രാവൽ ചെയ്തത് ആ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയുന്നത് the mean free path represented by lambda. ഇനി ഈ ഇലക്ട്രോൺ ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തില്ലേ 2 collisions നടക്കുന്നതിനിടയ്ക്ക് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നിരിക്കുക അപ്പോൾ ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി അതൊരു ടൈം എടുത്ത് കാണത്തില്ലേ okay so that time taken by this electron to travel this distance എന്ത് ഡിസ്റ്റൻസ് ആ mean free path എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആ ടൈമിനെ നമ്മൾ എന്ത് പറയുന്നത് the mean collision time represented by tau suffix c. So that tau suffix c എന്ന് പറയുന്നത് തന്നെ ടൈം ആണ്. And what is time in relation with distance and velocity? Time equal to distance by velocity alle pandate equation correct. So this tau c will be equivalent to what is this distance എന്ന് പറയുന്നത് this mean free path lambda divide by what is that velocity എന്ന് പറയുന്നത് നമ്മുടെ RMS velocity which is c bar. So substituting for this value of c bar, what is c bar? Root 3 by m kt ആണ്. So അടുത്ത കേസിൽ it will be lambda by this part ആണ് correct. So this will be equivalent to lambda divided by root 3 kt by m ആണെങ്കിൽ this will be equivalent to എങ്ങനെ പറയാൻ പറ്റും lambda into root m by 3 kt. So this is your equation for the mean collision time. ഇനി രണ്ട് ടേംസ് ആണ് നമ്മുടെ drift velocity. So drift velocity is normally represented by mu d. This is the average velocity with which the electrons will be moving within the metal. ഈ മെറ്റലിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യത്തില്ലേ ആ വെലോസിറ്റി ഇൻ ദ പ്രസൻസ് ഓഫ് ആരായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റിനെ നമ്മൾ എന്ത് പറയുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇതിന്റെ ഇക്വേഷൻ നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ പഠിക്കും. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കുറച്ച് വലിയ ഡെറിവേഷൻ ആണ് ദി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അതിൽ കണ്ടക്ടിവിറ്റി എന്താണ്, ഈ മൊബിലിറ്റി എന്താണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്നൊക്കെ നമ്മളോട് പഠിക്കും. ഓൾസോ വിത്ത് എ ന്യൂ ടേം വിച്ച് ഇസ് എ കറണ്ട് ഡെൻസിറ്റി. ജെ എന്ന് പറയുന്ന കറണ്ട് ഡെൻസിറ്റി എന്താണെന്ന് പഠിക്കും. ഓക്കെ, സോ അതേപോലെ നെക്സ്റ്റ് മൊബിലിറ്റി എന്താണ്? മൊബിലിറ്റി എഗെയിൻ നമ്മൾ മ്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോർമലി എന്താണ്, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നില്ലേ ഇല്ലേ, ഒരു വെലോസിറ്റി കാരണം ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ആ എനർജി എടുത്തിട്ട് ഈ ഇലക്ട്രോൺ മുന്നോട്ട് നീങ്ങുകയാണ് വെലോസിറ്റി കൊടുത്തിട്ട് അല്ലേ, ഒരു ആക്സിലേറ്റഡ് ആവുകയാണ് അത് കാരണം. സോ ആ ഒരു മൊബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടേമാണ് മൊബിലിറ്റി. ആ ഒരു മൂവ്മെന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള നെക്സ്റ്റ് ഡെറിവേഷൻ ആണ് ദി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഡെറിവേഷൻ. ഓക്കെ, സോ ദിസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിൽ മെയിൻലി നമ്മൾ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പഠിക്കും. ഈവൻ ദോ ദ ഹെഡിങ് ഇസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, എന്നാൽ പോലും വി ലേൺ അബൌട്ട് ദിസ് മൊബിലിറ്റി എന്താണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്, കറണ്ട് ഡെൻസിറ്റി എന്താണ്, ഇതിനെപ്പറ്റി റെസിസ്റ്റിവിറ്റി, ഇതിനെല്ലാം പറ്റി നമ്മൾ പഠിക്കും. ഓക്കെ, ആൻഡ് ദ സെയിം തിങ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഈ പോർഷൻ തന്നെ നിങ്ങൾക്ക് ഇൻ ദ കേസ് ഓഫ് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, അതിലും ഉണ്ടാവും. ഇനി പഠിക്കാൻ പോകുന്ന ക്വാണ്ടം ഇലക്ട്രോൺ തിയറിയിലും ഈ സെയിം ഡെറിവേഷൻ വരും. ഓക്കെ, സോ ഇത് കൺഫ്യൂസ് ആക്കരുത്. ഓക്കെ, എന്തായാലും രണ്ട് ഡിഫറെൻറ്റ് തിയറീസിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് ക്ലാസിക്കൽ ഇലക്ട്രോൺ തിയറി, ഫ്രീ ഇലക്ട്രോൺ തിയറി, നിങ്ങൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ഡൗൺ ദിസ്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ലെറ്റ് us കൺസിഡർ എ മെറ്റൽ. ഞാനിപ്പോൾ ഒരു മെറ്റൽ എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിനെ കൺസിഡർ ചെയ്യാണ്. അപ്പം ഞാനിങ്ങനെ വരയ്ക്കുക അതിനെ. ഓക്കെ, ഇപ്പം ഇങ്ങനത്തെ ഒരു കണ്ടക്ടറിനെ കൺസിഡർ ചെയ്തു. ഇനി ഈ കണ്ടക്ടറിൻ്റെ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇത്
ദിസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഞാൻ ക്യാപിറ്റൽ എ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ദിസ് ഈസ് യുവർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ദിസ് ലെങ്തിനെ ഞാൻ എൽ എന്ന് മാർക്ക് ചെയ്യാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയൂമിനെ പറ്റി നമുക്ക് എങ്ങനെ കമൻറ്റ് ചെയ്യാം? വോളിയൂം ഓഫ് ദിസ് പർട്ടിക്കുലർ മെറ്റൽ ക്യാൻ ബി equivalent to area of cross section into the length of the conductor. Okay, so A into L ആണ് the whole thing ന്റെ volume എന്ന് പറയുന്നത്. ഇനി suppose I'm considering a per unit volume. Okay, ഞാനൊരു per unit volume എടുക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഇതിലൊരു per unit എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വോളിയം ഏരിയ ഞാൻ എടുക്കുകയാണ്. ആ ഒരു വോളിയമിൻ്റെ അകത്ത് ഞാനിപ്പോൾ പറയാണ് വി ഹാവ് n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബിക്കോസ് ദിസ് ഇസ് എ മെറ്റൽ അല്ലേ, ഇതിൽ മൊത്തം ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വോളിയമിൻ്റെ അകത്ത് ആ ഒരു പെർ യൂണിറ്റ് വോളിയമിൻ്റെ അകത്ത് മാത്രം n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് എനിക്ക് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ എൻറ്റയർ വോളിയമിൻ്റെ അകത്തും എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? ഓക്കെ, ആ എൻറ്റയർ വോളിയമിൻ്റെ അകത്ത് ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് വിൽ സിംപ്ലി ബി ദ എൻറ്റയർ വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഈ ഒരു പെർ യൂണിറ്റ് വോളിയത്തിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിൻ്റെ പ്രോഡക്റ്റ്. അതായത് ഈ എൻറ്റയർ വോളിയത്തിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി വോളിയം, എൻറ്റയർ വോളിയം മൾട്ടിപ്ലൈഡ് ബൈ പെർ യൂണിറ്റ് വോളിയമിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസ് വിച്ച് ഇസ് വോളിയം എന്താണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്തത്? A into L. ആൻഡ് വാട്ട് ഇസ് ദിസ് പെർ യൂണിറ്റ് വോളിയം? പെർ യൂണിറ്റ് വോളിയത്തിനകത്തുള്ള ഇലക്ട്രോൺസ് എന്താണ്? നമ്മുടെ n ഇലക്ട്രോൺസ് അല്ലേ, അല്ലേ? ഒരു കുഞ്ഞു വോളിയത്തിനകത്ത് n ഇലക്ട്രോൺസ് ആണ്. സോ AL ഇൻറ്റു n എന്ന് പറയുന്നതാണ് AL n എന്ന് പറയുന്നതാണ് ഈ എൻറ്റയർ വോളിയത്തിൻ്റെ അകത്തുമുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഫൈൻ, സോ ലെറ്റ്സ് മാർക്ക് ദിസ് ആസ് അണ്ടർ ഇക്വേഷൻ. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഇരിക്കട്ടെ. ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മുടെ എന്താണ്, ഈ വോളിയത്തിൻ്റെ അകത്ത് കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര ഇലക്ട്രോൺസ് ആണ്? AL ഇൻറ്റു n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതിലെ ഏതോ ഒരു ഇലക്ട്രോൺ ഞാൻ എടുക്കുകയാണ്. ഫൈൻ, ഒരു ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോണിക് ചാർജിനെ ഞാനിപ്പോൾ E കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാണ്. ഓക്കെ, ഇലക്ട്രോണിക് ചാർജ് ഓഫ് 1 ഇലക്ട്രോണിനെ ഞാൻ E കൊണ്ട് റെപ്രസെൻ്റ് ചെയ്താൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നമുക്ക് AL ഇൻറ്റു n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലേ? അത്രയും ഇലക്ട്രോൺസിൻ്റെ കമ്പൈൻഡ് ചാർജ് എങ്ങനെയാണ് നമ്മൾ പറയും? സിംപ്ലി ബൈ മൾട്ടിപ്ലൈയിങ് ഒരു ചാർജ് എന്ന് പറയുന്നത് E മൾട്ടിപ്ലൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ലോജിക്കലി കറക്റ്റ് അല്ലേ? ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ടത് ദിസ് ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ ഇലക്ട്രോണിക് ചാർജ് എന്ന് പറയുന്നത് വി റെപ്രസെൻറ്റ് യൂസിങ് Q which will be equal to ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? E മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? AL ഇൻറ്റു n. സോ AL NE ഇക്വേഷൻ നമ്പർ 2 is the total electronic charge. Fine. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. Let us write down the equation for current. Okay, the current which is represented by capital I എന്ന് പറയുന്നത് can be written as a ratio of the charge. Total charge ആണ് ഇവിടെ കണ്ടുപിടിച്ച ടോട്ടൽ ചാർജ്. ആ ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ദ ടൈം. ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇലക്ട്രോണിന് ഈ ഒരു എൻഡ് തൊട്ട് അടുത്ത എൻഡ്, അതായത് ഈ ലെങ്ത് പാസ് ചെയ്ത് ഇത്രയും എത്താൻ എടുക്കുന്ന ടൈം, അതാണ് T എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ആ ടൈമാണ് T. സോ ചാർജ് ഇപ്പോൾ ഈ റേഷ്യോ എഴുതുമ്പോൾ ചാർജ് എന്താണ്? ചാർജ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഇലക്ട്രോണിക് ചാർജ് ആണ് ഫ്രം ദ ഇക്വേഷൻ നമ്പർ 2. സോ വിച്ച് വിൽ ബി ഈക്വലന്റ് ടു എന്താണ്? Q ആണ്. ഈ Q ഡിവൈഡ് ബൈ ടൈം T. വാട്ട് ഇസ് Q? Q എന്ന് പറയുന്നത് ഫ്രം ഇക്വേഷൻ നമ്പർ 2 AL NE ആണ്. ആൻഡ് ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദിസ് L എന്ന് പറയുന്നത്? L ഇസ് ദി ദിസ് ഈ ലെങ്ത് ആണ്, ആ ലെങ്ത് ഓഫ് ദ മെറ്റൽ ആണ്. ആ ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ ടേം T എന്ന് പറയുന്നത്. ഓക്കെ, ലെങ്ത് ഡിവൈഡ് ബൈ ടൈം അല്ലെ? ലെങ്ത് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്? ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? ഒരു വെലോസിറ്റി ആയിരിക്കും. ദാറ്റ് വെലോസിറ്റി ഇസ് ആർ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ടേം L, ദ ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്ന ടേം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആ സെക്കൻഡ് ഇക്വേഷനിൽ ദിസ് ബി എ തേർഡ് ഇക്വേഷൻ. ആ തേർഡ് ഇക്വേഷനിൽ L ബൈ Tക്ക് പകരം mu d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ തേർഡ് ഇക്വേഷൻ ബിക്കംസ് I will be equal to A into
mu d into n into e ആയിട്ട് മാറും. ആൻഡ് ഫ്രം ദിസ് നമുക്ക് mu d ക്ക് വേറെ ഇക്വേഷൻ പറയാം. ഇതിങ്ങോട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? വി ഗെറ്റ് mu d ആസ് ഈക്വൽ ടു I divided by a into n into e. Okay, let this be your equation number 4. This is one equation for your drift velocity. പല modifications ഉണ്ട് നമ്മൾ നോക്കും. This is your first modification for the drift velocity. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ I is the current and denominatorly A എന്ന് പറയുന്നത് എന്താണ്? Area of cross section. So that, see that term, current, the current to the ratio of current to the area of cross section. Okay, അതായത് ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ഉള്ള കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്താ പറയാൻ പോകുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി കറന്റ് ഡെൻസിറ്റി J. ഓക്കെ, ദ കറന്റ് ഡെൻസിറ്റി ഈസ് ദി എമൗണ്ട് ഓഫ് കറന്റ് ഇൻ എ ഗിവൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതാണ് കറന്റ് ഡെൻസിറ്റി. ഓക്കെ, അഗെയിൻ an important term, current density. Fine. അപ്പോൾ this is your current density. അപ്പോൾ അങ്ങനെയാണെങ്കിൽ like substitute in this equation. അപ്പോൾ അങ്ങനെയാണെങ്കിൽ that equation number 4 becomes, എങ്ങനെ പറയാം? mu d will be equal to I by A replaced by J. Correct? But this mu d will be equivalent to J divided by n into E. Correct അല്ലേ? അപ്പോൾ this is also another version of drift velocity. കാരണം ആദ്യം drift velocity in terms of I by A into n. അതിനെ മാറ്റി നമുക്ക് എന്താ പറയാം? in terms of current density പറയാം. ഇനി ഇവിടെ നിന്ന് if we are just taking the equation for J എങ്കിലോ J യുടെ equation എങ്ങനെ വരും? ഇവിടെ നിന്ന് J will be equal to mu d into n into E. This is again another equation for the current density. Current density ക്ക് I by എന്നൊരു ഫോർമുല ഉണ്ട്, അതുപോലെ mu d into n. With respect to drift velocity equation ഉണ്ട്, with respect to current and area of cross section ഉണ്ട് equation. അതുപോലെ drift velocity ക്കും രണ്ട് equations ഉണ്ട്. അപ്പോൾ ഈ equations ഒക്കെ നോട്ട് ഡൗൺ ചെയ്തോണേ. അപ്പോൾ നമ്മൾ ഇതിനെ ഈ current density equation number 5 ആയിട്ട് നോട്ട് ചെയ്താൽ മതി, because we'll need it later. Okay, ഇനി നോക്കാം. നമ്മളിപ്പം പറഞ്ഞ കേസിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് എടുത്തില്ലേ? ഐ എം സെയിങ് ദാറ്റ് ഈ ഫ്രീ ഇലക്ട്രോൺസിൽ നമ്മൾ എന്ത് കൊടുക്കാൻ പോവാ? നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാൻ പോവാ. അപ്പം അത് കാരണം ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അത് നമുക്കറിയാം. അപ്പം അങ്ങനെ ആവുമ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ ഇലക്ട്രോൺസിന് എനർജി കിട്ടുന്നുണ്ട്, അത് കാരണം അത് മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ ഫ്രീ ഇലക്ട്രോൺസിൽ ഉണ്ടാവുന്ന ഒരു ഫോഴ്സ്, ഓക്കെ, ദ ഫോഴ്സ് ഇൻഡ്യൂസ്ഡ് ഇൻ ടു ദി ഫ്രീ ഇലക്ട്രോൺസ് ബിക്കോസ് ഓഫ് ദി എഫക്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ ലോറൻസ് ഫോഴ്സ്. ദാറ്റ് ഫോഴ്സ് ഇൻഡ്യൂസ്ഡ് ആണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ഫോഴ്സ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഇ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ we also know that by the third law of motion we know that force is also equal to എന്താണ്? mass into acceleration നമുക്കറിയാം അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ we can actually ഈ രണ്ട് ഫോഴ്സസ് എന്താണ്? ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫോഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഈ മൈനസ് സൈൻ പോവും ആൻഡ് we can equate it as E will be equal to mass into acceleration. ഇത് ഇലക്ട്രോണിക് ചാർജ്, ഇതെന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ കറസ്പോണ്ടിങ് ഇന്റൻസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ ഐ ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ആക്സലറേഷൻ ഈക്വൽ ടു ഇ ബൈ എം. ലെറ്റ് ഇറ്റ് ബി ദ ഇക്വേഷൻ നമ്പർ 6. ഓൾസോ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ ടേംസ് ഓഫ് നമ്മുടെ വെലോസിറ്റി ആൻഡ് ടൈം എങ്ങനെ പറയാൻ പറ്റും? ആക്സലറേഷൻ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം അല്ലേ? വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞ? ഈ ഇലക്ട്രോൺസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയല്ലേ, അത് കാരണം ഇത് മൂവ് ചെയ്യാണ് അല്ലെ? ആ ആക്സലറേഷൻ ആണ് ഇത്. അപ്പോൾ അവിടുത്തെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റി നമ്മൾ എന്താ പറയുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ ഇവിടെ ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്ന ടേം വരേണ്ടേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി mu d ബൈ ടൈമിന് പകരം എന്ത് വരണം? കൊളിഷൻ ടൈം വരേണ്ടേ. കാരണം ഡ്രിഫ്റ്റ് വെലോസിറ്റി കൊടുക്കുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ഈ ഇലക്ട്രോൺ കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്, സിമിലർലി ബാക്കിയുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് കൊളിഷൻ അല്ലേ? ആ കൊളിഷൻ ടൈമാണ് ഈ കൊടുത്തേക്കുന്നത്, വിച്ച് വിൽ ബി ഇൻ ദ ടോസ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Okay, now just write the equation for mu d from here. Okay, അപ്പോൾ just ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദിസ് ഇസ് ആക്സലറേഷൻ അല്ലേ? സോ a into tau c will be equal to mu d എന്ന് കിട്ടും. എന്ന് പറയുന്ന ഇക്വേഷനിൽ ഈ ആക്സലറേഷന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സോ ഈ ഇക്വേഷൻ 6ൽ നമ്മൾ ആക്സലറേഷൻ ഇക്വൽ ടു ഇ ബൈ എം എൽ എഴുതിയിരിക്കുന്നത്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ?
So let this be equation number 7 and we are substituting 6 in 7. അപ്പോൾ അങ്ങനെയാണെങ്കിൽ this equation for mu d will be equal to എങ്ങനെയാണ് a into tau c അല്ലേ. ആ എക്ക് പകരം എന്ത് വരും e by m into tau c എന്ന് വരും. Okay, see this is yet another equation for എന്താണ് mu d അല്ലേ. അപ്പോൾ mu d ക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഇവിടെ ഒരു ഇക്വേഷൻ പറഞ്ഞു, ഇവിടെ ഒരു ഇക്വേഷൻ പറഞ്ഞു, and this is your third form of equation. Also നമ്മൾ കറന്റ് ഡെൻസിറ്റി ഇക്വേഷൻ നമ്പർ 5 നോക്കിയേ, നേരത്തെ പറഞ്ഞില്ലേ ആവശ്യം വരുമെന്ന്, റൈറ്റ്. സോ കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു mu d into n/t അല്ലേ. അപ്പോൾ അവിടെ ആ mu d ക്ക് പകരം നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ ഇതിപ്പോൾ 8 പറയുകയാണെങ്കിൽ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഓക്കെ, ലെറ്റ്സ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അവിടെ ഇക്വേഷൻ നമ്പർ 5 ആദ്യം എടുക്കുക. 5 എന്ന് പറയുമ്പോൾ j will be equal to mu d into n/e അല്ലേ. So in that let's substitute for this mu d will be equal to e by m into tau c into n/e. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ദിസ് വിൽ ബി ഈക്വൽ ടു ഇപ്പോൾ 2 ഇ ഇല്ലേ, അപ്പോൾ ഇ സ്ക്വയർ ആകുമ്പോൾ ഇ സ്ക്വയർ ബൈ എം ഇൻറ്റു എൻ ഇൻറ്റു ക്യാപിറ്റൽ ഇ ഇൻറ്റു ടോ സി എന്ന് വരും. ഓക്കെ, ലെറ്റ് ദിസ് ബി യുവർ ഇക്വേഷൻ നമ്പർ 9. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി സി വി ഹാവ് ദിസ് ഓംസ് ലോ എന്താണ്? വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ അല്ലേ. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ വി ഈക്വൽ ടു ഐ ആർ. വി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്, പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ വി ഈക്വൽ ടു ആർ ഇൻറ്റു ഐ. അതായത് ഒരു കണ്ടക്ടർ ഉണ്ട്, ഈ കണ്ടക്ടറിൻ്റെ അക്രോസ് ആയിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ അത് കാരണം ഒരു കറണ്ട് ഉണ്ടാവും അല്ലേ. കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഐ പറയാണ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി പറയുകയാണെങ്കിൽ അതാണ് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് പറയുന്നത്. ആൻഡ് ഈ പൊട്ടൻഷ്യൽ കാരണം ഉണ്ടാകുന്ന ഈ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഈ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ. സോ ഈ ഒരു ഓംസ് ലോ കാരണം നമുക്ക് കറണ്ട് ഡെൻസിറ്റിയുടെ ഒരു ഇക്വേഷൻ പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പം അതിനെയാണ് ഞാൻ പറയുന്നത് ദ മൈക്രോസ്കോപ്പിക് ഫോം എന്ന് അതിനെ പറയുന്നത്. മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് ഓംസ് ലോ എന്ന് പറയുന്നത് ജെ ഈക്വൽ ടു സിഗ്മ ഇ. സിഗ്മ എന്ന് പറയുന്നതാണ് ദ കണ്ടക്ടിവിറ്റി. അതിൻ്റെ ഡെറിവേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. സോ കറണ്ട് ഡെൻസിറ്റി ഈക്വൽ ടു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ആണ്. ഓക്കെ, സോ ദിസ് ബി ഇക്വേഷൻ നമ്പർ 10. അപ്പം അങ്ങനെയാണെങ്കിൽ സി 9 ഉം 10 നമുക്ക് ഇക്വേറ്റ് ചെയ്തത്, കാരണം രണ്ടും എന്താണ് കറണ്ട് ഡെൻസിറ്റീസ് ആണ്. സോ ഇക്വേറ്റിംഗ് 9 and 10 നമുക്ക് എന്ത് കിട്ടും? ഇ സ്ക്വയർ 9 എന്ന് പറയുന്നത് ഇ സ്ക്വയർ ബൈ എം ഇൻറ്റു എൻ ഇൻറ്റു ഇ ഇൻറ്റു ടോ സി വിൽ ബി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ എന്ന് കിട്ടും. സോ ഈ രണ്ടും ക്യാൻസൽ ആവും. സോ യു ഗെറ്റ് സിഗ്മ ഈക്വൽ ടു ഫോമുല എന്താണ്? ഇ സ്ക്വയർ ബൈ എം ഇൻറ്റു എൻ ടു സി. വെരി ഇമ്പോർട്ടൻറ്റ് ഫോമുല. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് റെസിസ്റ്റിവിറ്റി? ഇതിപ്പം ഇതെന്താണ്? ദിസ് ഇസ് യുവർ കണ്ടക്ടിവിറ്റി ആൻഡ് 1 ബൈ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നതാണ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, അതായത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് റെപ്രസെൻറ്റഡ് ബൈ റോ ആണ്. ഷിൽ ബി ഈക്വൽ ടു 1 ബൈ സിഗ്മ. ഇപ്പം ഈ ഒരു ഇക്വേഷൻ്റെ ഇൻവേർട്ട് എടുത്താൽ മതി. സോ എം ഡിവൈഡ് ബൈ ഇ സ്ക്വയർ എൻ ടു സി. ഓക്കെ, ദാറ്റ് ഇസ് യുവർ റെസിസ്റ്റിവിറ്റി. ഫൈൻ. സോ ഇതും നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നെക്സ്റ്റ് തിങ് നമ്മൾ നോക്കുന്നത് ദ ടേം മൊബിലിറ്റി. അപ്പോൾ ഈ മൊബിലിറ്റി എന്ന് പറയുന്ന ടേം നമ്മൾ എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതിൽ ഇലക്ട്രിക് ഫീൽഡിന് ഇമ്പാക്റ്റ് വരുമ്പോഴല്ലേ ഈ പറയുന്ന മൊബിലിറ്റി ഉണ്ടാകുന്നേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ പറയാം? ദ മൊബിലിറ്റി represented by mu, okay, by mu will be equal to drift velocity by E എന്ന് പറയാം. And this drift velocity, see in this equation number 8 നമ്മൾ drift velocity in terms of Lorentz force അല്ലേ പറഞ്ഞേ അല്ലേ. സോ E by m into tau c അല്ലേ പറഞ്ഞേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ mu d എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ E by m into tau c ചെയ്യുമ്പോൾ E by m into tau c divide by E വരും. അപ്പോൾ E ക്യാൻസൽ ആവും. സോ E by m into tau c എന്ന് വരും. ആൻഡ് സി ഇതിപ്പോൾ ഒരു ഇക്വേഷൻ ആയിട്ട് പറയാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 11 ആയിട്ട് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ സി ഇൻ ദിസ് ഇക്വേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി നമുക്ക് ആക്ച്വലി ഇൻ ടേംസ് ഓഫ് ദിസ് മൊബിലിറ്റി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെയാണെന്നറിയാമോ? ആ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ സിഗ്മ ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ എൻ ടോ സി ബൈ എം എന്നല്ലേ. അപ്പോൾ
അപ്പോൾ ഇ സ്ക്വയറിന് ഞാൻ ഇ ഇൻറ്റു ഇ എന്നിടുകയാണ്. ഇ ഇൻറ്റു ഇ എന്നിട്ടാൽ ദിസ് ഇ ബൈ എം ഇൻറ്റു ടോ സി എന്ന് പറയുന്നത് എന്താണ്? മ്യൂ അല്ലേ? So from this 11 equation we can substitute here and this will be equal to ഇവിടുത്തെ E ഉണ്ട് into mu into n. So this is your equation for conductivity in terms of എന്താണ്? Mobility mu. Okay. So conductivity രണ്ട് equation ഉണ്ട് in terms of E square m n and tau c and also in terms of എന്താണ്? Mobility നമുക്ക് ഈ ഒരു equation പറയാൻ പറ്റും for sigma. Okay. So this is the entire derivation for your electrical conductivity. So ഇത് ചോദിക്കുകയാണെങ്കിൽ you will have to write this entire thing. Okay. So again എത്ര questions ആയി? നമ്മൾ ആദ്യം ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി പഠിച്ചു, പിന്നെ ഡെറിവേഷൻസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി അങ്ങനെ കുറച്ച് ടേംസ് പഠിച്ചു അല്ലേ, ഡെറിവേഷൻ ഓഫ് RMS വെലോസിറ്റി അങ്ങനെ കുറച്ച് ടേംസ് പഠിച്ചു, പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ടേം പഠിച്ചു. ഓക്കെ. സോ ദിസ് മച്ച് ഇത്രയാണ് നമ്മുടെ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി എന്ന് പറയുന്നത്. സോ നമ്മൾ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി പഠിച്ചതുകൊണ്ട് നമുക്ക് അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പറയാം. ആൻഡ് വിൽ മൂവ് ഓൺ ടു ദി ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറി. ആൻഡ് എന്തിനാണ് നമ്മൾ ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറിയിലോട്ട് പോകുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇനി പറ്റും. സോ മൂവിങ് ഓൺ ടു ദി മെറിറ്റ്സ് ഓഫ് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി ഫസ്റ്റ്. ഈ പറയുന്ന ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി വിൽ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഇറ്റ് വെരിഫൈസ് ഓംസ് ലോ. ഓംസ് ലോ നമ്മൾ പറഞ്ഞു ബ്രീഫായിട്ട് എന്താണ്, ആ ഓംസ് ലോനെ വെരിഫൈ ചെയ്യാൻ ഈ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിക്ക് പറ്റുന്നുണ്ട്. ഓക്കെ. അതായത് ഈ പറഞ്ഞ പോലെ കണ്ടക്ടിവിറ്റി ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ് കറണ്ട് ഉണ്ടാകുന്നത് അല്ലേ. കറണ്ട് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് കാണിക്കുന്നത്. അത് കാരണം ഈ കറണ്ടിൻ്റെ ഓപ്പോസിറ്റും റെസിസ്റ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ എൻ്റയർ കോൺസെപ്റ്റ് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ദിസ് മീനിങ് ഓഫ് വെരിഫൈസ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. സെക്കൻഡ്, ഇറ്റ് എക്സ്പ്ലെയിൻസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻ മെറ്റൽസ്. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ഒരു മെറ്റലിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ എക്സ്പ്ലെയിൻസ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ്. മെറ്റലിൻ്റെ സർട്ടൺ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിനെ ആര് വെരിഫൈ ചെയ്യുന്നുണ്ട്? ദിസ് തിയറി വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇനി മൂവിങ് ഓൺ ടു ദ ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ കണ്ടക്ടിവിറ്റി ഇൻ സെമി കണ്ടക്ടർ ആൻഡ് ഇൻ ഇൻസുലേറ്റർ. മെറ്റലിൻ്റെ കേസിലുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അത് പെർഫെക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി നമ്മൾ സെമി കണ്ടക്ടറിലും ഇൻസുലേറ്ററിലും അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? കോൺട്രഡിക്ഷൻ സംഭവിക്കുന്നുണ്ട്. So it will not work in the case of semiconductor and insulator, which is one of the first reason to why we are actually moving on to the quantum electron theory. മനസ്സിലായല്ലോ? Point number 1. Second demerit എന്ന് പറയുമ്പോൾ it fails to explain the temperature variation at low temperature. അതെന്താണെന്നറിയാവോ? ഈ പറയുന്ന ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ ഫോർ മൊബിലിറ്റി എങ്ങനെയായിരുന്നു? മൊബിലിറ്റി എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ സി ബൈ എം എൽ എ അല്ലേ. ദിസ് വാസ് അവർ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ സപ്പോസ് നമ്മൾ ഈ പറയുന്നത് എന്താണ്? ഈ ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഈ ഇലക്ട്രോണിൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് ആരുണ്ടാവുന്നത്? ഈ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ ആരെ പറയുന്നത്? ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി പറയുന്നത്. അത് കാരണം മൊബിലിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത്. ആൻഡ് ഈ രണ്ട് സക്സസീവ് ഇലക്ട്രോൺസിൻ്റെ ഇടയ്ക്കുള്ള കൊളിഷൻ ടൈമിന് നമ്മൾ എന്ത് പറയുന്നത്? ഈ ടോസി എന്ന് പറയുന്നത് അല്ലേ. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. മനസ്സിലായോ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കൂട്ടുകയാണ്. ഓക്കെ. അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ഈ ഇലക്ട്രോൺസിന് ആ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ചാർജസ് അതിൽ നിന്ന് എനർജി എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ എനർജി ഒന്നുകിൽ അങ്ങനെ കൊടുക്കാം, ഇലക്ട്രിക് ഫീൽഡ് വഴി കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടിയും കൊടുക്കാം. ടെമ്പറേച്ചർ കൂട്ടുന്നവരും ആ ടെമ്പറേച്ചർ ബേൺ നമ്മൾ ആ ടെമ്പറേച്ചർ കാരണം എന്ത് പറ്റും? ഈ ഇലക്ട്രോൺസ് അതിൽ നിന്നും എനർജി എടുക്കും. സോ സം സോർട്ട് ഓഫ് എനർജി നമ്മൾ ഈ ഇലക്ട്രോണിന് കൊടുത്തു എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ഓക്കെ. സോ സം സോർട്ട് ഓഫ് ഫോം ഓഫ് എനർജി ഈ ഇലക്ട്രോണിന് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റുന്നുണ്ട്? ഈ ഇലക്ട്രോൺ എനർജൈസായി അതെന്ത് ചെയ്യും? വെലോസിറ്റി വെച്ചിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, കുറച്ചും കൂടി ആക്സിലറേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ കൂടുമ്പോൾ എന്ത് പറ്റും? രണ്ട് കൊളിഷൻസിൻ്റെ ഇടയ്ക്കുള്ള ടൈം കുറയത്തില്ലേ ഇല്ലേ. സാധാരണഗതിയിൽ ഇപ്പോൾ ഇലക്ട്രോൺ ഇവിടെയുണ്ട്, ഇലക്ട്രോൺ ഇവിടെയുണ്ട്, അത് കൊളൈഡ് ആവാൻ വേണ്ടി ഈ ഒരു ടൈം എടുക്കുന്നെങ്കിൽ, ഈ ഡിസ്റ്റൻസ് കറസ്പോണ്ടിങ് ടൈം എടുക്കുന്നെങ്കിൽ, ഈ ഇലക്ട്രോൺ കൂടുതൽ ആക്സിലറേറ്റ് ആയിട്ട് പോകുമ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തത്തില്ലേ കൊളൈഡ് ആവാൻ വേണ്ടി അല്ലെ. ആദ്യം ഉണ്ടായിരുന്ന ടൈം T1 ആണെങ്കിൽ ഇപ്പോൾ അത് T2 ടൈം വേർ T2 is less than T1 എന്നൊരു കോൺസെപ്റ്റിൽ ആ കൊളിഷൻ ടൈം കുറയുന്നുണ്ട്. മനസ്സിലായോ? സോ വാട്ട് ഹാപ്പൻസ് ഇവിടുത്തെ കേസിൽ ആസ് ദി എനർജി വാല്യൂ ഈസ് ഇൻക്രീസ്ഡ്, ഇലക്ട്രോണിൻ്റെ എനർജി കൂടുന്തോറും വാട്ട് ഹാപ്പൻസ്? ദ കൊളിഷൻ ടൈം വിൽ ഡിക്രീസ്.
collision time decrease ചെയ്താൽ this tau c value അല്ലേ, this will decrease. ഈ tau c decrease ചെയ്ത് എന്ത് പറ്റും? in effect ഈ mobilityക്ക് എന്ത് പറ്റും? അതും decrease ചെയ്യും. And mobility കുറഞ്ഞ what will happen? This mobility is connected to our conductivity അല്ലേ? അല്ലേ? Conductivity എന്ന് വെച്ചാൽ sigma will be equal to ne into mobility അല്ലേ? അല്ലേ? അതായത് ഇവിടുത്തെ കേസിൽ ഇവിടെ tau c കുറഞ്ഞത് കാരണം mobility കുറഞ്ഞു. mobility കുറഞ്ഞാൽ what will happen? Conductivity കുറയും അല്ലേ? ഇനി നോക്കുക. സോ സപ്പോസ് നമ്മളിപ്പോൾ ഈ സെക്കൻഡ് പോയിന്റ് പറഞ്ഞ എന്താണ്? ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞേ. അപ്പോൾ ലോ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് എന്താണ്? ടെമ്പറേച്ചർ കുറവാണ്. ടെമ്പറേച്ചർ കുറവാന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴല്ലേ ഇലക്ട്രോൺ എനർജി കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ എനർജി കിട്ടുന്നത് കുറവാണ്, കാരണം ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് എന്ത് പറ്റും? ഈ എനർജി ഇലക്ട്രോണിൻ്റെ എനർജിക്ക് എന്ത് പറ്റും? ഇലക്ട്രോൺ എനർജി ഡിക്രീസസ്. ഇലക്ട്രോൺ എനർജി കുറഞ്ഞാൽ എന്ത് പറ്റും? ഇൻ ദ കേസ് ഓഫ് മൊബിലിറ്റി ഇക്വേഷനിൽ എന്ത് പറ്റും? എനർജി കുറഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് പയ്യെ മൂവ് ചെയ്യത്തുള്ളൂ. അപ്പം അത് കാരണം കൊളിഷൻ ടൈം എന്ത് പറ്റും? കൊളിഷൻ ടൈം കൂടും അല്ലേ? അപ്പം അത് കാരണം കൊളിഷൻ ടൈം tau c കൂടുന്നുണ്ട് അല്ലേ? ദിസ് ഇൻക്രീസസ്. ഇനി കൊളിഷൻ ടൈം കൂടിയാൽ വാട്ട് ഹാപ്പൻസ് ടു ദ മൊബിലിറ്റി? മൊബിലിറ്റിയും കൂടുന്നുണ്ട് അല്ലേ? മൊബിലിറ്റി ഇൻക്രീസസ്. ആൻഡ് മൊബിലിറ്റി കൂടിയാൽ വാട്ട് ഹാപ്പൻസ് ടു കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റി ഓൾസോ ഇൻക്രീസസ്. സോ അറ്റ് ലോ ടെമ്പറേച്ചർ, അതായത് ഏറെക്കുറെ നമ്മളൊരു 0 കെൽവിൻ എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ പറയുകയാണെങ്കിൽ വാട്ട് ഷുഡ് ഐഡിയലി ഹാപ്പൻ? ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴേ കണ്ടക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടെങ്കിൽ 0 കെൽവിൻ എന്ന് പറയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? കണ്ടക്ടിവിറ്റി വിൽ ബിക്കം ഇൻഫിനിറ്റ്. ഇറ്റ് വിൽ ആക്ട് ആസ് എ ഇൻഫിനിറ്റ് കണ്ടക്ടിവിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷേ പ്രാക്ടിക്കലി വിൽ ഇറ്റ് ഹാപ്പൻ? ഈസ് ദർ സംതിങ് കോൾഡ് ആസ് എ പെർഫെക്റ്റ് കണ്ടക്ടർ? നോ. There is nothing which is called as a perfect conductor. That's നമ്മൾ theoretically പറഞ്ഞിട്ടാണ്. Okay, so in this particular case, classical free electron theory വെച്ചിട്ട് temperature equal to 0 kelvinൽ നമ്മൾ ഈ തിയറി വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ what happens to the conductivity? It becomes infinite, which is wrong. Okay, which cannot happen. Okay, അതുകൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞത് it fails to explain the temperature variation at low temperature, which is why again we go for quantum free electron theory. അവിടെ നമ്മൾ പറയും, അവിടെ നമ്മൾ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കും. ഓക്കെ, ആ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ പറയുന്ന എനർജി വേരിയേഷൻ ഇല്ലേ, ആ എനർജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല, ബട്ട് റാദർ ഇറ്റ് ഇസ് എ ഡിസ്ക്രീറ്റ് വാല്യൂ എന്ന് പറയും. ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ നമ്മൾ ഒരു ഇലക്ട്രോണിന് ആ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരുന്നു? ½ mE², വിച്ച് ഈസ് ഈക്വൽ ടു 3/2 kT. കറക്റ്റ്? ആ ഇക്വേഷൻ. സോ അക്കോർഡിംഗ് ടു ദാറ്റ് ഇക്വേഷൻ ഓരോ ഇലക്ട്രോണിനും എത്ര എനർജീസ് വേണമെങ്കിലും ആവാം, ആൻഡ് എനർജീസ് കണ്ടിന്യൂസ് ആണെന്നാണ് നമ്മൾ പറഞ്ഞ അസംഷൻ. പക്ഷേ ഇൻ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ നമ്മൾ ത്രൂ എക്സ്പെരിമെൻറ്റ്സ് വി ഫൗണ്ട് ദാറ്റ്, എക്സ്പെഷ്യലി ഈ ഒരു കേസ് വെച്ചിട്ട് വി ഫൗണ്ട് ദാറ്റ് എനർജി ഈസ് നോട്ട് കണ്ടിന്യൂസ് വാല്യൂ, ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് വാല്യൂ. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇലക്ട്രോൺസിന് അതിന് ഇഷ്ടമുള്ള വാല്യൂസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കാൻ പറ്റത്തില്ല. അതിന് കുറേ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ലെവൽസ് ഓഫ് എനർജി മാത്രമേ അതിനെടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ദിസ് വാസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ എൻവയോൺമെൻറ്റിൽ കാണുന്ന എല്ലാ സാധനങ്ങളും കണ്ടിന്യൂസ് അല്ല, ദേ ആർ ഡിസ്ക്രീറ്റ്. നമ്മുടെ ചുറ്റും കാണുന്ന ഈ സ്പീഡ് സിഗ്നൽ എന്താണ്? ദിസ് ഇസ് എൻ EM wave, വിച്ച് ഇസ് ആക്ച്വലി എന്താണ്? വിച്ച് ഇസ് കണ്ടിന്യൂസ്. പക്ഷെ ആ EM വേവിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന എനർജി, വെലോസിറ്റി, മൊമെൻറ്റം എന്ന് പറയുന്ന ഈ ടേംസ് എന്തല്ല? ഈ പറയുന്ന ടേംസ് കണ്ടിന്യൂസ് അല്ല, ബട്ട് ദേ ആർ റാദർ ഡിസ്ക്രീറ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറിയുടെ മെയിൻ അസംഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ സെക്കൻഡ് പോയിന്റ്. പിന്നെ പറയുന്നത് ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് മെറ്റൽസ്. പിന്നെ ഇറ്റ് ഫെയിൽസ് ടു explain certain other concepts like Compton effect, photoelectric effect, back body radiation, etc. So these are your demerits. ഇപ്പോൾ മനസ്സിലായോ നമ്മൾ എന്തിനാണ് ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറിയിലോട്ട് പോകുന്നതെന്ന്? സോ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ ഇൻ ആർ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് any value of energy and they are continuous ആണ്. പക്ഷേ ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ നമ്മൾ പറയുന്നത് this energy, electron energy എന്ന് പറയുമ്പോൾ they have only discrete values. Okay, and we also say that this momentum
മൊമെൻ്റം എന്നൊരു സാധനം പറയും. മൊമെൻ്റം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ കണ്ടിന്യൂസ് ആണ് പറയുന്നത്. പക്ഷേ ക്വാണ്ടം തിയറിയിൽ ദിസ് മൊമെൻ്റം represented by P ആണ്. P equal to m into E നമ്മൾ represent ചെയ്യും. That momentum is also considered to be a discrete value in practicality. And also similarly, in the case of classical free electron theory, നമ്മൾ ഈ ഇലക്ട്രോൺസിനെ we consider them as particles. Okay, particles എന്ന് പറയാൻ reason particles are continuous in nature. പക്ഷേ quantum free electron theory എന്താണ്? അവിടെ നമ്മൾ assume ചെയ്യുന്നത് ഇലക്ട്രോൺസ് എന്താണ്? They are assumed to be as waves. Okay, ഇവിടെ നമ്മൾ waves ആയിട്ടാണ് assume ചെയ്യുന്നത് because of the discrete nature of energy and momentum. അതായത് ഇലക്ട്രോൺ ഇൻ ദ കേസ് ഓഫ് ക്ലാസിക്കൽ തിയറിയിൽ ഇത് പാർട്ടിക്കിൾസ് ആയിട്ടും ക്വാണ്ടം തിയറിയിൽ വേവ്സ് ആയിട്ട് പറഞ്ഞു. പിന്നെയും കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ട് വന്നപ്പോൾ ഓക്കെ ഇൻ ദ ഫർദർ ഡിസ്കവറീസ് നമ്മൾ മനസ്സിലാക്കി ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം വിചാരിച്ചത് ഈ നേച്ചറിലുള്ള എല്ലാം കണ്ടിന്യൂസ് ആണെന്നാണ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി. പിന്നെ മേ ബി കുറച്ചും കൂടി അറ്റോമിക് തിയറിയോട്ട് പോയപ്പോൾ ദേ തോട്ട് ദാറ്റ് എല്ലാം ഡിസ്ക്രീറ്റ് ആണെന്ന്. പക്ഷെ അങ്ങനെയും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാം കണ്ടിന്യൂസും അല്ല, എല്ലാം ഡിസ്ക്രീറ്റും അല്ല. സോ ഇറ്റ്സ് എ മിക്സർ. കറക്റ്റ് അല്ലേ? ഇപ്പം EM വേവ് എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിലുള്ള എനർജി മൊമെൻറ്റും എന്താണ്? ദേ ആർ ഡിസ്ക്രീറ്റ് ഇൻ നേച്ചർ. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് നേച്ചേഴ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് പറയാനാണ് ഈ ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ വി കെയിം അപ്പ് വിത്ത് എ ടേം വിച്ച് ഇസ് കോൾഡ് ആസ് ദി പാർട്ടിക്കിൾ വേവ് ഡുവാലിറ്റി. പാർട്ടിക്കിൾ വേവ് ഡുവാലിറ്റി എന്ന് പറയുന്നത് മനസ്സിലായോ? ഇറ്റ് ഇസ് സോ പാർട്ടിക്കിൾ വേവ് ഡുവാലിറ്റി എക്സ്പ്ലെയിൻസ് ദാറ്റ് the nature എന്ന് പറയുന്നത് it consists of both continuous and discrete values. Okay, so ഇനി മൂവിങ് ഫർദർ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറിയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നോട്ട് ലൈക്ക് സിമിലർ ടു വാട്ട് വി ലേൺ ഇൻ ക്ലാസിക്കൽ ഇലക്ട്രോൺ തിയറി, പക്ഷേ കണ്ടക്ടിവിറ്റി ടേം നമ്മൾ കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ വിത്ത് റെസ്പെക്ട് ടു ദി ക്വാണ്ടം ആസ്പെക്ട്. എന്നിട്ട് നമ്മൾ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ, എഗെയിൻ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്തിനാ ചെയ്യുന്നത്? ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കാൻ പോകുന്നത് FOE എന്നൊരു സാധനമാണ്. വാട്ട് ഇസ് FOE? FOE എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺ E എന്ന് പറയുന്ന ഒരു എനർജി സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെന്ന് അസ്യൂം ചെയ്യാം. നമുക്കിപ്പോൾ ഇലക്ട്രോൺ ഉണ്ട്, ആ ഇലക്ട്രോണിൻ്റെ കറണ്ട് എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് E ആണെങ്കിൽ ഓക്കെ ആ എനർജി സ്റ്റേറ്റിൽ ഉള്ള പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് അതാണ് ഈ FOE എന്ന് പറയുന്നത്. So the probability that the energy state E is actually filled with electrons, അതാണ് ഈ FOE എന്ന് പറയുന്നത്. FOE equal to 1 ആണെങ്കിൽ ഈ E എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റ് is filled with electrons എന്നാണ്. if it is equal to 0 എന്ന് വെച്ചാൽ ഇതിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്ന് ഫെർമി ലെവൽ എന്താണ്? ഫെർമി ലെവലിൻ്റെ ഓക്കുപ്പൻസി ഈക്വൽ നമ്മൾ 1/2 എന്ന് പറയും. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. FOE ഫെർമി ലെവലിൻ്റെ ഓക്കുപ്പൻസി 1/2 എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ വേണം. അത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. വി ലേൺ അബൌട്ട് ദാറ്റ് ടു. എന്നിട്ട് ഫെർമി എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. വാട്ട് ഈസ് ദിസ് ഫെർമി എനർജി നമ്മൾ പഠിക്കും. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. വി ലേൺ അബൌട്ട് ദാറ്റ് ടു. മനസ്സിലായോ? സോ വിത്ത് ദാറ്റ് വിൽ കം ടു ദ എൻഡ് ഓഫ് ദി ചാപ്റ്റർ 1. എന്നിട്ട് നമ്മൾ ചാപ്റ്റർ 2 മൂവ് ഓൺ ചെയ്യും. ഓക്കെ.